الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മനുഷ്യൻ ദീനുള്ളവനാകുന്നത്, ദീനിൽ അംഗമാകുന്നത് ഷഹാദത്ത് കലിമ മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ട് അംഗീകരിക്കുമ്പോഴാണ്. ലോകത്തുള്ള ഏതൊരു മനുഷ്യനും അവൻ വിശ്വാസിയാണോ ദീനുള്ളവനാണോ എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം ഷഹാദത്ത് കലിമ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നൊരാൾ സാക്ഷ്യം വഹിക്കുന്നതിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, നബിയാണ് എന്ന് അംഗീകരിക്കുന്നതിലൂടെയാണ് ഒരാൾ മുസ്ലിമാകുന്നത്. മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസം സ്വീകരിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ആ വിശ്വാസിയാകുന്ന സമയം മുതൽ മരിക്കുന്നത് വരെ, മരണം സംഭവിക്കുവോളം ഈ ദുനിയാവിൽ അവൻ എന്ത് ചെയ്യണം എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹിജ്റിലെ 99-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ വരുവോളം, യഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മൗത്ത്, മരണമാണ്. മരണം വരുവോളം നീ നിൻ്റെ റബ്ബിനെ ആരാധിക്കണം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ, അഥവാ എൻ്റെയും നിങ്ങളുടെയും കടമയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസിയായ സമയം മുതൽ, മുസ്ലിമായ സമയം മുതൽ ഈ ലോകത്ത് നിന്ന് നമ്മൾ വിട പറയുന്ന സമയം വരെ റബ്ബിന് നിരന്തരം ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളതാണ്. മഹാനായ ഹസൻ അൽ ബസരി റഹിമഹുല്ല പറയുന്നുണ്ട്, ഞാൻ നേരത്തെ ഓതിക്കേൾപ്പിച്ച ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത് ثم قرأ വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ
എന്താണ് അദ്ദേഹം പറയുന്നത്? തീർച്ചയായും അള്ളാഹു സത്യവിശ്വാസിയുടെ കർമ്മങ്ങൾക്ക് മരണം വരെയല്ലാതെ മറ്റൊരു കാലാവധി നിശ്ചയിച്ചിട്ടില്ല. അഥവാ ഒരു മനുഷ്യൻ്റെ ഇബാദത്തുകൾ മുറിയേണ്ടത്, അവൻ്റെ ആരാധനകൾ അവസാനിക്കേണ്ടത് എവിടെയാണ്? മരണം സംഭവിക്കുമ്പോഴാണ്. അതുവരെ ദീനുള്ള ഒരാൾ, ദീനിൽ ജീവിക്കുന്ന ഒരാൾ നിരന്തരം ഇബാദത്തുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടവരാണ് നമ്മൾ ദിനചര്യകളിലെ ദീനിനെ കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബകളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീനെന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ദീനാണ്, ഇസ്ലാമാണ്. അത് അംഗീകരിച്ച ഒരാൾ, അംഗീകരിച്ച് ഉൾക്കൊണ്ട ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നിത്യജീവിതത്തിൽ അയാൾ നിലനിർത്തേണ്ട, എന്നെന്നും കൊണ്ടു നടക്കേണ്ട ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ് നമസ്കാരം എന്നുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, വ അയ്യുൽ അഅമാലി അഫ്ളൽ, നബി ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാ? ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠതയുള്ള കർമ്മം ഏതാണ്? അപ്പം നബി പറഞ്ഞു, ഈമാനുൻ ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലുമുള്ള വിശ്വാസമാണ് ഏറ്റവും അഫ്ളലായ കാര്യം. അതാണ്. അപ്പോൾ ഒരു ദീനിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താ? ഈമാനാണ്, അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലുമുള്ള വിശ്വാസമാണ്. പിന്നെ ഏതാണ്? നബിയോട് ചോദിക്കുമ്പോൾ നബി പറഞ്ഞത് അസ്വലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവൻ്റെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും അവൻ കൊണ്ടു നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് എന്ന് പറയുന്നത് നമസ്കാരമാണ്. ആ വിഷയത്തിൽ മുസ്ലിങ്ങളായ ആളുകൾ തർക്കിക്കേണ്ട ആവശ്യമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബികൾ ചോദിക്കുന്നുണ്ട്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, നബിയെ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? പടച്ചവൻ ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അസ്വലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഫ്ളലുൽ അഅമാലി അസ്വലാ ഫീ വഖ്തിഹാ എന്ന് പറയുന്ന ഹദീസ് നമുക്ക് വായിക്കാൻ സാധിക്കും. മറ്റൊരു ഹദീസിലുള്ളത് പ്രവാചകൻ തിരുമേനി റഅസുൽ അംരി അൽ ഇസ്ലാം, കാര്യങ്ങളുടെ തല അഥവാ ഇസ്ലാമിൻ്റെ തൂണെന്ന് പറയും. ഇസ്ലാമിൻ്റെ തല എന്ന് പറയുന്നത് ഇസ്ലാം, പിന്നെ നമ്മുടെ ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാം. അതെന്താണ്? അത് ഷഹാദത്ത് കലിമയാണ്. എന്നാൽ അതിൻ്റെ തൂണെന്ന് പറയുന്നത്, ഇസ്ലാം നിലനിൽക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തല, അവൻ എത്രമാത്രം പ്രാധാന്യമുണ്ട്, അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ നിലനിർത്തുന്ന തൂണേതാണ്? അത് നമസ്കാരമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമസ്കാരം എന്ന് പറയുന്നത് കേവലം ഒരു ചടങ്ങല്ല. നമ്മൾ അടിവരയിട്ട് ഞാനും നിങ്ങളും ഒക്കെ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമസ്കാരം എന്ന് പറയുന്നത് ഒരു ചടങ്ങായിക്കൊണ്ടാണ് പലപ്പോഴും നമ്മളിൽ പല ആളുകളും കാണാറുള്ളത്. യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവുമായി കൊണ്ടുള്ള ഒരു അഭിമുഖമാണ്, ഒരു അഭിമുഖ സംഭാഷണമാണ്. ദിവസവും 5 നേരം നമ്മൾ നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, അല്ലെങ്കിൽ റബ്ബിനോട് അഭിസംബോധന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയായി നമസ്കാരത്തെ കാണാൻ വിശ്വാസികൾക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 80-ലധികം സ്ഥലങ്ങളിൽ അള്ളാഹു നമസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആവർത്തിച്ച് നമസ്കാരം നിർവഹിക്കുന്നതിനെ കുറിച്ച് റബ്ബ് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 103-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. ഖുർആനിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഖുർആനിൽ എവിടെ നിസ്കരിക്കണം എന്ന് പറഞ്ഞൊരു കൽപ്പന അല്ല. നിസ്കരിക്കണം അങ്ങനെ ഒരു കൽപ്പന ഉണ്ടാവില്ല. നമസ്കാരത്തെക്കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം എന്താ? അഖീമുസ്സലാ, നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. സക്കാത്തിനെ കുറിച്ച് സക്കാത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഹജ്ജ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. മനിസ്തതാ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ കാബത്തിങ്കൽ പോയി ഹജ്ജ് ചെയ്യണമെന്നാണ്. നോമ്പോ, യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാണ്. ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, ആരാണോ ആ മാസത്തിൽ ഹാജറുള്ളവൻ അവൻ നോമ്പ് നോൽക്കട്ടെ എന്നാണ്. അവിടെയും എന്തുണ്ട്? പ്രത്യേകമായ നിയമങ്ങളുണ്ട്. എന്നാൽ നമസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് നമസ്കാരം നിലനിർത്തണം എന്നാണ്. എന്തുകൊണ്ടാണത് പറയാൻ കാരണം? നമസ്കാരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തുള്ള, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രമുള്ള ഒരു ഇബാദത്തല്ല. ഒരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ അവനെന്നും നിലനിർത്തേണ്ട ഒരു ഇബാദത്താണ് ഏത്? നമസ്കാരം. ഹാഫിദു അലസ് സ്വലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 238-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒരു ദിവസം 5 നേരം നമസ്കാരമുണ്ട് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. അപ്പോൾ വിശ്വാസികളായ ആളുകൾ അവരുടെ നിത്യജീവിതത്തിൽ അവർ കൊണ്ടു നടക്കേണ്ട, നിലനിർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഏത്?
നമസ്കാരം എന്നുള്ളത്. ഇനി നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ എവിടെയുള്ളത്? ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇസ്ലാമിൽ ഏറ്റവും മഹത്വമുള്ള ഇബാദത്തായ നമസ്കാരത്തെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ നമസ്കാരത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്, നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായി കൊണ്ടുള്ള ഒരു നേരിട്ടുള്ള ബന്ധമാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആനിൽ കാണുന്നത് അഖീമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി, എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കാരം നിലനിർത്തണം എന്നാണ്. അള്ളാഹുവിനെ സ്മരിക്കാനുള്ള, അള്ളാഹുവിനെ ഓർക്കാനുള്ള വഴിയാണ് നമസ്കാരമെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. നമസ്കാരത്തിൽ തക്ബീർ കെട്ടുന്ന സമയം മുതൽ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ കെട്ടുന്ന സമയം മുതൽ സലാം കിട്ടുന്ന സമയം വരെ നമ്മൾ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിന്റെ മുൻപിലാണ് നിൽക്കുന്നത്, അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അതാണ് നിസ്കാരത്തിന്റെ പ്രാധാന്യം. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബിനെ ഓർക്കാനുള്ള, റബ്ബുമായി കൊണ്ടൊരു മുനാജാത്ത് നടത്താനുള്ള ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും സുവർണാവസരമാണ് ഇത് നമസ്കാരം. അങ്ങനെ നിസ്കാരത്തെ കാണണം. പരലോകത്ത് അള്ളാഹു ആദ്യം വിചാരണ ചെയ്യുന്ന വിഷയം ഏതാ? കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ആദ്യമായി വിചാരണ ചെയ്യുന്ന നിസ്കാരമാണ്. ഹദീസിൽ കാണാം, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തുഹു. നാളെ പരലോകത്ത് ഒരു ദാസന്റെ, അടിമയുടെ കർമ്മങ്ങളെ അള്ളാഹു വിചാരണക്കെടുക്കുമ്പോൾ അതിലാദ്യം അള്ളാഹു നിസ്കാരം ശരിക്കണമെന്ന് നോക്കുക. അപ്പൊ നമ്മൾ ഈമാനുള്ളവരാണ്, വിശ്വാസമുള്ളവരാണ്. വിശ്വാസമുള്ള ഒരാളോട് അയാളുടെ കർമ്മങ്ങൾ തൂക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ അയാൾ നിസ്കരിച്ചുകൊണ്ട് നോക്കും. ഹദീസിൽ കാണാം, അയാളുടെ നിസ്കാരം ശരിയാണെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു, നമസ്കാരം ശരിയാണെങ്കിൽ അയാൾ രക്ഷപ്പെട്ടു. നമസ്കാരത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ, കുറവുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു പറയും അയാൾ നവാഫിലുകൾ, സുന്നത്തായ വല്ലതും നിർവഹിച്ചു, സുന്നത്ത് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട് നോക്കാൻ പറയും. അപ്പൊ സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിച്ച ഒരാളെങ്കിൽ ഫർളിന്റെ പോരായ്മകൾ അതുകൊണ്ട് വീട്ടപ്പെടും. ഇനി നിസ്കാരത്തിൽ വീഴ്ചയുള്ളയാളാണെങ്കിലോ, നമസ്കാരത്തിൽ ശ്രദ്ധിക്കാത്തയാളാണ്, അവൻ പരാജിതനാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഏറ്റവും നല്ല സുന്ദരമായ ഒരു പാഠമാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ. അത് ഹൃദയത്തിന്റെ ശുദ്ധീകരണവും പാപങ്ങൾ കഴുകിക്കളയാനുള്ള വഴിയുമാണ് എന്നാണ്. മനോഹരമായ ഒരു ഉപമയിലൂടെയാണ് പ്രവാചകൻ അത് പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യന്റെ വീടിന്റെ മുന്നിലൂടെ ഒരു അരുവി, ഒരു പുഴ ഒഴുകുന്നുണ്ട്. അയാൾ അതിൽ നിന്ന് 5 നേരം കുളിച്ചാൽ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ എന്ന് അള്ളാഹു റസൂൽ ചോദിക്കുന്നുണ്ട്. അവർ പറഞ്ഞു ഇല്ല. നബി പറഞ്ഞെന്താ? ഫദാലിക മതലുസ് സ്വലബാത്ത്. അതാണ് 5 നേരത്തെ നമസ്കാരങ്ങളുടെ അവസ്ഥ. 5 നേരം നമസ്കരിക്കുന്ന ഒരാൾ യംഹുല്ലാഹു ബിഹിന്നൽ ഖതായ, അയാളിൽ നിന്ന് അയാളുടെ പാപങ്ങൾ അള്ളാഹു എന്ത് ചെയ്യും? കഴുകിക്കളയുന്നതാണ്. അപ്പൊ നിസ്കാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടം, ഒന്ന്, നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ, നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവുമായിക്കൊണ്ടൊരു മുനാജാത്താണ്. 2, അള്ളാഹുവിനെ ഓർക്കാനുള്ള അവസരമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, കർമ്മമാണ്. അതോടൊപ്പം തന്നെ നാം നമസ്കരിക്കുന്ന, നാം നിർവഹിക്കുന്ന നമസ്കാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകുക. ഒരാള് ഇപ്പൊ നമ്മൾ ജുമാ നമസ്കരിച്ചു, ഇനി അസ്ർ നിസ്കരിച്ചു. ആ 2 നമസ്കാരത്തിന്റെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തുവരുന്നതാണ്. സുബഹി നിസ്കരിച്ച ഒരാൾ ളുഹ്ർ നിസ്കരിച്ചാൽ ആ സുബഹിന്റെ ളുഹ്റിന്റെ ഇടയിലുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തുവരും. ളുഹ്ർ നിസ്കരിച്ച ഒരാൾ അസർ നിസ്കരിച്ചാൽ അതിൻ്റെ ഇടയിലെ പാപങ്ങൾ പൊറുക്കും. അസറും മഗ്രിബും നിസ്കരിച്ചാൽ അതിൻ്റെ ഇടയിലെ പാപങ്ങൾ. നോക്കൂ നിങ്ങൾ, നമസ്കാരത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾ കഴുകിക്കളയാൻ സാധിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമസ്കാരത്തെ ഒരല്പം ഗൗരവത്തോടുകൂടെ കാണുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട്. എന്നാൽ ഖേദകരമെന്ന് പറയാം, ഇന്ന് മുസ്ലിം ഉമ്മത്ത് നമസ്കാരത്തിൽ നിന്ന് അകലുകയാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തുന്ന ധാരാളം മുസ്ലിങ്ങളായ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. സ്വഹാബികൾക്കും പ്രവാചകന്മാർക്കും ഒക്കെ 1-ാം സ്ഥാനം നിസ്കാരത്തിനായിരുന്നു. ദീന് സ്വീകരിച്ച ഒരാൾ ഏറ്റവും ഗൗരവത്തിൽ കാണുന്ന കാര്യത നിസ്കാരമാണ്. പക്ഷെ നമ്മളിൽ പല ആൾക്കാരും നമ്മുടെ എല്ലാ ചുറ്റുപാടും കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിസ്കാരത്തെ കാണുന്നത്. യഥാർത്ഥത്തിൽ നമസ്കാരത്തെ 1-ാം സ്ഥാനത്തേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്ന എന്ന തൗക്കീദ് ഉപയോഗിച്ച് ഉറപ്പായും സംഭവിക്കും. അതിനാ ഇന്ന ഉപയോഗിക്കുക ഖുർആനിൽ. ഇന്ന എന്ന അറബി ഭാഷയിൽ തൗക്കീദ് അവർ ഉറപ്പിച്ച് പറയാം. ഖിയാമത്ത് നാൾ വരിക തന്നെ ചെയ്യും, അതിനാ പ്രയോഗം നടത്തുക. അതേപോലെ അത് പറയാ, ഇന്ന സ്വലാത്ത തീർച്ചയായും നിസ്കാരം, ഇന്ന സ്വലാത്ത തൻഹാ
അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മ്ലേച്ഛമായ മോശമായ കാര്യങ്ങളിൽ നിന്ന് നമസ്കാരം നമ്മളെ തടഞ്ഞു നിർത്തുന്നതാണ്. ഒരു മനുഷ്യന് ആവശ്യമുള്ളത് എന്താ? അയാൾ നല്ല ജീവിതം നയിക്കണം, പാപങ്ങളില്ലാതെ ജീവിക്കണം. അതിനുള്ള വഴി എന്താ? നിസ്കരിച്ചാൽ മതി. നിസ്കരിക്കുന്ന ഒരാൾ, അയാളുടെ നമസ്കാരം ഭക്തിയുള്ളതാണ് എങ്കിൽ, അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അയാളുടെ നിസ്കാരത്തിലൂടെ മറ്റു തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ അയാൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തെ നമ്മൾ ആത്മാർത്ഥമായി കാണണമെന്ന് പറയുന്നത്. തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് നിസ്കാരം. സഹോദരങ്ങളെ, ഗൗരവം എന്താണെന്ന് ചോദിച്ചാൽ, നമസ്കാരം ഒരാൾ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ, നിസ്കരിക്കാത്ത ആൾക്കാർ ഇന്നും വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. വെറുതെ പറയുന്ന വാചകമല്ല. മുസ്ലിങ്ങളായ ആളുകൾ തന്നെ നമസ്കാരത്തിന് ശ്രദ്ധിക്കാത്തവരുണ്ട്. പ്രവാചകൻ പറഞ്ഞ വാചകം എന്താ? ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫ്രി തർക്കുസ് സ്വലാ. മറ്റൊരു ഹദീസിലുള്ളത് പിന്നെ അല്ലഹദല്ലദി ബൈനനാ വ ബൈനഹുമുസ് സ്വലാ ഫമൻ തറകഹ ഫഖദ് കഫറ. നിസ്കരിക്കാത്ത മുസ്ലിം അല്ല, അവിശ്വാസിയാണെന്നാണ്. നമ്മൾ ആലോചിക്കുക, എത്ര ഗൗരവമുള്ള വിഷയമാണ്. നിസ്കരിക്കാത്ത ഒരാള് മുസ്ലിം അല്ല, അവൻ അവിശ്വാസിയാണ് എന്നാണ് പ്രവാചകന്റെ അധ്യാപനം. ഈ ഹദീസിന്റെ പരിധിയിൽ വരുന്ന എത്ര മുസ്ലിങ്ങളുണ്ട്? നിസ്കരിക്കാത്ത, നമസ്കാരത്തെ ശ്രദ്ധിക്കാത്ത, കേവലം ജുമാക്ക് മാത്രം പള്ളിയിൽ വരുന്ന മുസ്ലിം ഉമ്മത്തിലെ ആളുകളുണ്ട്. നമ്മൾ അങ്ങനെ ആകേണ്ട ആൾക്കാരല്ല. ഞാൻ ഈ വിഷയം എടുക്കാൻ കാരണം, നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ 5 നേരം നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഈ ഖുതുബ കേൾക്കുന്ന എന്നോടും എൻ്റെ സഹോദരങ്ങളോടും സ്നേഹത്തോടെ പറയാനുള്ളത്, എല്ലാ ദിവസവും 5 നേരത്തെ നമസ്കാരത്തെ ഗൗരവത്തിൽ കാണുന്ന വിശ്വാസികളായിട്ട് നമ്മൾ മാറണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന എന്താ? വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാ. നിസ്കാരത്തിലായിരുന്നു അവർക്ക് കൺകുളിർമ എന്നാണ്. നിസ്കാരത്തിലായിരുന്നു കൺകുളിർമ. നമസ്കാരത്തിലൂടെ അവർ ആശ്വാസം കണ്ടെത്തിയതാണ്. നമ്മൾ കടമ തീർക്കാനാണ് നിസ്കരിക്കുന്നത്. നമ്മളിൽ പല ആൾക്കാർ കടമ തീർക്കാനാണ് അല്ലെ? ശരീരത്തിൽ ഏറ്റ അമ്പുകൾ, ആ അമ്പുകൾ വലിച്ചെടുക്കാൻ വേദന അറിയാതെ അവർ നിസ്കരിക്കുമായിരുന്നു എന്നാണ്. വേദന അറിയാതെ നിസ്കരിക്കുന്നു. നിസ്കാരത്തെ അത്രമാത്രം ആനന്ദകരമായി കൊണ്ടാണ് അവർ കണ്ടത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്കെൻ്റെ റബ്ബിനോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ റബ്ബുമായിക്കുള്ള മുനാജാത്താണ്, അള്ളാഹുമായിക്കുള്ള സംസാരമാണ്. അങ്ങനെയാണ് മുൻഗാമികളായ ആളുകൾ നമസ്കാരത്തെ കണ്ടത്. നമ്മൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും തിരുത്തേണ്ടതുണ്ട് എങ്കിൽ തിരുത്തുകയും വേണം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുരുഷന്മാർ നിർബന്ധമായി ഒരു ജമാഅത്തായിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. തടസ്സമുള്ള ആൾക്കാർ, ഉദുറുള്ള ആൾക്കാരുണ്ടാവും, ഇളവുള്ള ആൾക്കാർ. അതാരാ? പള്ളിയിൽ വരാൻ പറ്റാത്ത തടസ്സം, അള്ളാന്റെ കോടതിയിൽ ബോധിപ്പിക്കാൻ പറ്റുന്ന തടസ്സം നമുക്കുണ്ടെങ്കിൽ അവർ ഉദുറുള്ള ആൾക്കാരാണ്. അത് നമുക്കാണ് അറിയാം. ഒരാൾ പള്ളിയിൽ വരുന്നില്ല, അയാൾക്ക് ഉദുറുണ്ടോ ഇല്ല ഞാനല്ല പറയേണ്ടത്, നമ്മൾ ഓരോരുത്തരല്ല പറയാം. ഞാൻ പള്ളിയിൽ പോകുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം എനിക്കാണ് അറിയാം. അതെൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് ബോധിപ്പിക്കാൻ പറ്റിയാൽ മതി. ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ പോകാത്തത്. അല്ലാത്ത മുഴുവൻ ആളുകളും, കാരണമില്ലാത്ത മുഴുവൻ ആൾക്കാരും ജമാഅത്ത് എവിടെ വെച്ച് നിർവഹിക്കണം? പള്ളിയിൽ വന്ന് നിർവഹിക്കണം. അതിനാ പള്ളി ഉണ്ടാക്കിയത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം നബി പറഞ്ഞ എന്താ? പള്ളിയിൽ വരാത്ത ആളുകളുടെ വീടുകൾ ചുട്ടരിക്കാൻ, വീടുകൾ കത്തിക്കാൻ ഞാൻ ആലോചിച്ചു എന്നാണ്. മനസ്സിലായി? അത്ര ഗൗരവമുള്ള വിഷയമാണ്. ചില പണ്ഡിതന്മാരുടെ കൗലുകളിൽ കാണാം, ജമാഅത്തിന് കാരണമില്ലാതെ ഒരാൾ, ഒരു കാരണമല്ല, പള്ളിയിൽ വന്നില്ല, വീട്ടിൽ നിന്ന് നിസ്കരിച്ചത്, ഒരു കാരണമല്ല എങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ച പണ്ഡിതന്മാരുണ്ട്. അപ്പൊ പുരുഷന്മാരുടെ മേൽ നിർബന്ധമാണ് എന്ത്? പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത്. ഒന്നാലോചിച്ചു, നമ്മളൊക്കെ നാട്ടിലെ പള്ളികളിലെ ജമാഅത്തിന്റെ അവസ്ഥ എന്താ? ഒട്ടുമിക്ക പള്ളികളിലും 1 സ്വഫാള്, 1.5 സ്വഫാള്, 2 സ്വഫാള് അല്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ പള്ളിയിലേക്ക് നമുക്ക് പോകാം. നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനടുത്താണ് പള്ളി, അവിടെ ആ പള്ളിയിൽ പോകാം. ഈ പള്ളിയിൽ തന്നെ വരണം. എവിടെയാണോ നമ്മളുമായി ബന്ധപ്പെടുന്ന സ്ഥലം ഏതാണോ അവിടെ ഈ പള്ളി ഉണ്ടാകും. ആ പള്ളിയിൽ പോയിട്ട് നമ്മൾ നിസ്കരിക്കേണ്ടത്. കച്ചവടമാണെങ്കിൽ എന്തിനാ ആ സമയത്ത് ആ കച്ചവടം തൽക്കാലം ഒന്ന് നിർത്തിവെക്കാൻ പറ്റണം, നിർത്തിവെച്ച് പോകണം അല്ലെ? ഏത് രീതിയിലായാലും ജമാഅത്തിനെ ഗൗരവത്തിൽ കാണേണ്ടത്. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, സ്വലാത്തുൽ ജമാഅത്തി തഫ്ളു സ്വലാത്തുൽ ഫർദി ബി 27 ദറജ. 27 ഇരട്ടി കൂലിയാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം എന്ത് ചെയ്യും? ജമാഅത്തിൽ നിസ്കരിച്ചാൽ കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഖുത്ബ കേൾക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരു കാരണവശാലും അകാരണമായി, കാരണമല്ലാതെ എന്ത് ചെയ്യരുത്? ജമാഅത്ത് ഒഴിവാക്കരുത്. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ മഗ്രിബ്, ഇശാ, സുബൈ, ബാക്കി കുട്ടികളൊക്കെ സ്കൂളിലായിരിക്കും, ജോലി സ്ഥലത്തായിരിക്കും. ഈ 3 വക്തിന് നമ്മൾ വീട്ടിലുണ്ട് എങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് എന്തെങ്കിലും പള്ളിയിൽ വരണം. അവർ പള്ളികളുമായി ബന്ധം സ്ഥാപിക്കണം. പള്ളിയിൽ വന്ന് അവർ നിസ്കരിക്കുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ ഫഅക്തിറു അദ്ദുആ. ഒരു അടിമ
തൻ്റെ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന സമയം ഏതാ? അള്ളാഹുമായി ഒരു മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന സമയം സുജൂദാണ്. നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഏതാ? സുജൂദാണ്. അപ്പൊ ആ സുജൂദിലൂടെ അള്ളാഹുവുമായി ഏറ്റവും നന്നായി അടുക്കാൻ സാധിക്കുന്ന ഒരു സമയം നമുക്ക് ലഭിക്കുകയാണ്. അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരൊറ്റ വാചകം പറയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കിടക്കാണ്. അള്ളാഹു റസൂൽ എന്തോ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് എന്ന് ആയിഷമ്മക്ക് മനസ്സിലാകണില്ല. ആയിഷമ്മ നബിന്റെ ചുണ്ടിന്റെ നേരെ തൻ്റെ കാത് കൊണ്ടുപോയി വെച്ചു, ചെവി ചേർത്ത് വെച്ചു. അപ്പൊ നബി പറയാ, അസ്വല 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 വമാ മലകത് ഐമാനുക്കും, നമസ്കാരം നമസ്കാരം നമസ്കാരം. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് അള്ളാന്റെ റസൂൽ പറയുന്ന വാചകത, നിസ്കാരങ്ങൾ ശ്രദ്ധിക്കണം, നിസ്കാരം ശ്രദ്ധിക്കണം. സഹോദരങ്ങൾ, എത്ര ആയത്തുകളാണ്, എത്ര ഹദീത്തുകളാണ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, അപ്പോൾ നമസ്കാരക്കാർക്കാണ് നാശം. നിസ്കരിക്കുന്ന ആൾക്കാർക്ക് നാശം. എന്തുകൊണ്ടാണ്? നിസ്കാരത്തിൽ ശ്രദ്ധ ഇല്ലാതെ നിസ്കരിക്കുക, നിസ്കാരത്തിൽ അശ്രദ്ധരാകുക, ഭക്തിയില്ലാത്ത നമസ്കാരക്കാർ. ഇതൊക്കെ ഗൗരവമായ താക്കീതുകളാണ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ. അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നമസ്കാരത്തെ ഗൗരവമായി കാണണം. നമുക്ക് നിസ്കാരം അറിയാം, നിസ്കാരം നമ്മൾ പഠിക്കുമാണ്. അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ശരിയായ രീതിയിൽ നമ്മൾ പഠിക്കണം. തക്ബീർ മുതൽ തസ്ലീം വരെ പഠിക്കണം. പല ആൾക്കാരുടെ നിസ്കാരത്തിൽ വലിയ അബദ്ധങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിസ്കാരത്തിൻ്റെ റുക്കിനുകൾ ചോദിച്ചാൽ പല ആൾക്കാർക്കും അറിയില്ല. നിസ്കാരത്തിൻ്റെ അർക്കാനുകൾ എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. നിസ്കാരത്തിൻ്റെ വാജിബുകൾ ചോദിച്ചറിയില്ല. ഒരു നിസ്കാരത്തിൻ്റെ റുക്കിന് പോയാലുള്ള പ്രശ്നം എന്താ? ഒരാളുടെ നിസ്കാരത്തിൻ്റെ റുക്കിന് നഷ്ടപ്പെട്ടാലുള്ള ഹുക്കും എന്താ? ആർക്കും അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നമസ്കാരത്തെ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ശരിയായ രീതിയിൽ പഠിക്കണം. നിസ്കാരം നിലനിർത്തുന്ന ആൾക്കാരിൽ ഉൾപ്പെടണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളെ, ഭാര്യ, മക്കൾ, അവരെയൊക്കെ എന്ത് ചെയ്യണം? ആ വിഷയത്തിൽ ശ്രദ്ധ നമുക്കുണ്ടാകണം. അള്ളാഹു നമസ്കാരം നിർവഹിക്കുന്ന, അത് കൃത്യതയോടുകൂടെ നിലനിർത്തുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയുള്ളവരാകാൻ ഏതാനും വഴികൾ പണ്ഡിതന്മാർ എണ്ണി പഠിപ്പിച്ചത് ഞാനൊന്ന് എണ്ണി പറയാം. നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമസ്കാരത്തെ ഗൗരവമായി കാണാൻ സാധിക്കും. അതിലൊന്ന്, സമയക്രമം നമസ്കാരത്തിന് ചുറ്റുമായി നിശ്ചയിക്കുക. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ലൈഫിൽ നിസ്കാരത്തിനൊരു പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാവുക. ഇപ്പോൾ യാത്ര പോകുകയാണെങ്കിൽ എവിടുന്നാ നിസ്കരിക്കാനായതിനെ ആലോചിക്കുക. യാത്ര പോകുമ്പോൾ എവിടുന്നാ നിസ്കരിക്കാൻ ആലോചിക്കുക. ഇപ്പോൾ യാത്രൻ്റെ തുടക്കത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ളുഹ്റിൻ്റെ സമയത്ത് യാത്ര തുടങ്ങുന്നത്, ളുഹ്ർ ബാങ്ക് കൊടുത്തിട്ട് യാത്ര തുടങ്ങുന്നത്. അസറിൻ്റെ സമയത്ത് അയാൾ യാത്രയിലാണ്. അയാൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. ളുഹ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുക? അസറിനെ ജമ്മാക്കുക. യാത്ര തുടങ്ങിയിട്ടില്ല, യാത്ര തുടങ്ങുന്നതിന് ജമ്മാക്കാൻ അവസരമുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യണം? കൃത്യമായൊരു പ്ലാൻ. നിസ്കാരത്തെ എന്ത് ചെയ്യുക? അതിൻ്റെ സമയക്രമം നമ്മുടെ ജീവിത ശൈലി നിസ്കാരവുമായി ബന്ധപ്പെടുത്തുക. ഓരോ കൃത്യമായ ആലോചന, എവിടെ നിന്ന് നിസ്കരിക്കുക, ഏത് പള്ളിയിലാണ് പോവുക, ആ രീതിയിൽ എന്ത് ചെയ്യുക? ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുക എല്ലാ ദിവസവും. രണ്ടാമത്, ബാങ്ക് കേട്ടാലുടൻ മറ്റ് ജോലികളൊക്കെ ഒഴിവാക്കി നിസ്കാരത്തിന് തയ്യാറാക്കുക. ഇഖാമത്തിൻ്റെ സമയമൊക്കെ അറിയാം. അപ്പം പല ആൾക്കാർ ഇഖാമത്തിൻ്റെ സമയമാകും പറയുന്ന ഞാനടക്കമുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു വീഴ്ചയാണ്. നമ്മൾ ഇഖാമത്തിൻ്റെ സമയം നമുക്കറിയാം, പള്ളിയിൽ 20 മിനിറ്റ് ഉണ്ട് അല്ലെങ്കിൽ 15 മിനിറ്റ് ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക. എന്നൊന്ന് മാറി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പണിയൊക്കെ ഒഴിവാക്കുക. കാരണം ബാങ്കിൽ എന്താണുള്ളത്? ഹയ്യാല സ്വല ഹയ്യാൽ ഫല, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരുന്ന ആ വിളി കേട്ടാൽ എന്ത് ചെയ്യുക? ബാക്കി എല്ലാ പണി ഒഴിവാക്കി പള്ളിയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുക. മൂന്നാമത്തെ കാര്യം, നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിരന്തരം ഓർക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 നേരം നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പാപങ്ങൾ കഴുകിക്കളയാണ്. പടച്ചോൻ ഏറ്റവും ഇഷ്ടമുള്ള അമല് ചെയ്യാണ്. അള്ളാഹുമായി ഏറ്റവും അടുക്കുന്ന സമയമുള്ള കർമ്മമാണ്. പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന വിഷയമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്? നരകത്ത് നിന്ന് രക്ഷപ്പെടുന്ന കാര്യം. നരകത്തിൽ കിടക്കുന്ന ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾ എന്തേ നരകത്തിൽ കയറാൻ കാരണം? അവർ പറഞ്ഞ മറുപടി, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കാരക്കാരായിരുന്നില്ല. എന്നാ, നിസ്കരിക്കാത്ത ആൾക്കാർ നരകത്തിലാണ്. നരകത്തിൽ കിടക്കുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരുടെ മറുപടിയാണ്, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. അപ്പൊ ഇങ്ങനെ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുക? നമ്മൾ നിരന്തരം ഓർക്കുക. അതേപോലെ തന്നെ ചെറിയ ലക്ഷ്യങ്ങളോടെ തുടങ്ങുക.
നമസ്കാരം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയിലുള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ പല ആൾക്കാരും അങ്ങനെ ഉണ്ടാകും, നിസ്കാരത്തിൽ ശ്രദ്ധ കൊടുക്കാത്ത ആൾക്കാരുണ്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യം എന്ത് ചെയ്യുക, ഒരു ചെറിയ ലക്ഷ്യം വെക്കുക. ഞാൻ ആദ്യം ഒരു സുബൈക്കും ളുഹറിനും അസറിനൊക്കെ പോകും, പിന്നെ അതിൽ ഇങ്ങനെ കൂട്ടി എന്ത് ചെയ്യുക, പൂർണ്ണതയിലെത്താൻ വേണ്ടി ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് പൂർണ്ണതയിലെത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മുടെ നിസ്കാരത്തിൽ ഒരു പാർട്ട്ണറെ കണ്ടത്. ഒരു പാർട്ട്ണർ പറഞ്ഞാൽ എന്താ, ബിസിനസ്സിലൊക്കെ പാർട്ട്ണർ ഉണ്ടാവും. നിസ്കാരം നമ്മുടെ ഓർമ്മ ഒരു ഗ്രൂപ്പുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വളരെ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരാണ്, ഡോക്ടർമാർ, എഞ്ചിനീയർമാരൊക്കെ ഉള്ള. എൻ്റെ സുഹൃത്ത് അദ്ദേഹം സൂചിപ്പിച്ചതാണ്. അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്താനുള്ള ഗ്രൂപ്പാണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ എന്ത് ചെയ്യും, അവരതിൽ ആദ്യം എഴുന്നേൽക്കുന്ന ആൾ അതിൽ കോൾ ചെയ്യും. അപ്പോൾ ആൾക്കാരൊക്കെ എഴുന്നേൽക്കും, അവർ നിസ്കരിക്കുക. നമുക്ക് ഒരു ആരാധനാ രംഗത്തൊരു പ്രോത്സാഹനം നൽകാൻ, ഒരു ഓർമ്മപ്പെടുത്താൻ നല്ല ഒരാൾ എന്ത് ചെയ്യുക, കൂട്ടുകൂടുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു 2 സഹോദരങ്ങൾ അവർ തീരുമാനിച്ചു, നമ്മൾ ഇനി മുതൽ 40 ദിവസം തുടർച്ചയായിട്ട് എന്ത് ചെയ്യും, തക്ബീർ കെട്ടുമ്പോൾ, ജമാഅത്ത് തുടങ്ങി തക്ബീർ കെട്ടുമ്പോൾ പള്ളിയിൽ ഉണ്ടാകും. ഇസ്ലാം സ്വീകരിച്ചൊരു സഹോദരനും വേറെ ആളും കൂടി തീരുമാനിച്ചാണ്. പള്ളിയിൽ ആദ്യത്തെ തക്ബീർ കെട്ടുമ്പോൾ, നിസ്കാരത്തിന് തക്ബീർ കെട്ടുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് പള്ളിയിൽ ഉണ്ടാകും. എന്താ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താ, ആരെങ്കിലും ഒരാൾ 40 ദിവസം തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് പള്ളിയിലുണ്ടെങ്കിൽ, തുടർച്ചയായിട്ട് പള്ളിയിലുണ്ടെങ്കിൽ അയാൾക്ക് നിഫാഖിൽ നിന്ന് സംരക്ഷണം ഉണ്ടെന്നാ. അയാൾ കപടവിശ്വാസി ആകൂല, അയാൾ മുനാഫിക്ക് ആകൂല. അള്ളാഹു പറഞ്ഞാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അപ്പൊ ഇത് ഒരു പാർട്ട്ണർ ഉണ്ടായാൽ, ആരാധനാ രംഗത്ത് നമ്മളെ സഹായിക്കുന്ന, നമ്മളെ വിളിക്കുന്ന, നമുക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരാളുണ്ടെങ്കിൽ അത് വലിയ നേട്ടമാണ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ. അതേപോലെ തന്നെ യാത്രകളിലും ജോലികളിലൊക്കെ എന്ത് ചെയ്യുക, നമസ്കാരം മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകാം. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ, അതേപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾ, അതൊക്കെ ഉപയോഗപ്പെടുത്തി നമസ്കാരത്തിന്റെ സമയം മനസ്സിലാക്കി ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുമെന്ന കൃത്യമായ ഒരു തീരുമാനം നമ്മൾ എടുക്കാം. അതോടൊപ്പം തന്നെ നമസ്കാരത്തിലെ പ്രാർത്ഥനകളുടെ അർത്ഥം പഠിക്കാം. വജ്ജഹത്തുവിൻ്റെ അർത്ഥം അറിയാത്ത ആൾക്കാരുണ്ട്. ഓരോ റുക്കൂലെ, സുജൂദിലെ, യഅ്തിദാലിക പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളുടെയൊക്കെ അർത്ഥം നമ്മൾ പഠിക്കുക. ഇങ്ങനെ നമ്മൾ നമസ്കാരത്തെ ക്രമീകരിക്കുകയാണ് എങ്കിൽ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു നല്ല നമസ്കാരക്കാരാകാൻ നമുക്ക് സാധിക്കും. ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. പഠിച്ചോനെ, നിസ്കരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ. നമസ്കാരക്കാരിൽ, നമസ്കാരം നിലനിർത്തുന്ന, നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന, മുഹമ്മദ് നബിയുടെ ഓരോ പ്രവാചകന്മാരെ പ്രാർത്ഥന എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കും. റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത വമിൻ ദുർരിയത്തി റബ്ബനാ തഖബ്ബൽ ദുആ. എൻ്റെ രക്ഷിതാവേ, എന്നെയും എൻ്റെ സന്തതികളിൽപ്പെട്ടവരെയും നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാക്കണേ എന്ന് പല പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ നിസ്കരിക്കണം, നമ്മുടെ കുട്ടികൾ നിസ്കരിക്കണം. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ അടയാളം നിസ്കാരമാണ്. ആ നമസ്കാരം ഒഴിവാക്കുന്നവരിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. പരലോകത്ത് അതിൻ്റെ പേരിൽ ഖേദം അനുഭവിക്കേണ്ടി വരുന്ന, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളില്ല എന്ന് ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ ഉറപ്പുവരുത്തുക. ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്ന ആളുകളാവുക. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരികൾ, പണ്ഡിതന്മാർ, അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളുടെ അള്ളാഹു അവർക്ക് സ്വാലിഹുകളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين.